അപ്പം ഗൈസ് ഇന്നൊരു ഗെയിം പ്ലേ ആണ്, മൂന്നാമത്തെ ഗെയിം പ്ലേ ആണ് കേട്ടോ ഇന്നത്തെ. ഓക്കെ, നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോവാം. അപ്പോൾ ഏതെടുക്കണം ഫസ്റ്റ്? ഇതെടുക്കണോ? നമുക്ക് ഇതൊന്നും എടുത്തു നോക്കാം. വേണ്ട, ഇതിനെക്കാട്ടി നല്ല ശരിക്കും ഇത് തന്നെയാണ്. അപ്പം ഗൈസ് നമ്മൾ നേരെ പോവാം. നമ്മുടെ ബെലിംഗം ആൻഡ് മുസിയാല പിന്നെ അണ്ണാക്കി വെക്കാമല്ലോ ഇത് വെർഗിലിൻ്റെ. വേണ്ട, കണ്ട ഞാൻ വായി വെക്കാന്ന് പറ്റാൻ വാവുത്തിരിക്കുന്നു. നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് കിടക്കാം ഗൈസ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ മക്കളെ. യു ഹാവ് ടു മെസ്സേജസ്, ഗോ ടു യുവർ ഇൻബോക്സ് ടു റീഡ് ദം. സൗകര്യമില്ല. എൻ്റെ ക്ലബ് ഉണ്ട് ഗൈസ്. ഗൺസാലോ റാമോസ്, റൊണാൾഡോ, റിവാൾഡോ, ലാംബോർഡ്, ജേനി ഗത്താമോ, കഫു, കാരേഗർ, ഗ്രാവൻബെർച്ച്, റയാൻ, ചാൾസ് പൂൾ, എറിക് ഗ്രാസിയ. പിന്നെ റൂണിയും വെലിംഗോക്കെ ഉണ്ട്. നിങ്ങളത് അടിയിൽ നോക്കിയാൽ നമുക്ക് നേരെ പ്ലേയിലോട്ട്. സമയമെന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ഇപ്പോൾ തീർക്കാനില്ല. ഇതും കൂടി അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് ഐസ്ക്രീമും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പണ്ടേ റെഡി മുത്തേ. അല്ല റിയൽ മാഡ്രിഡാ ഞെറ്റ വഴിയുള്ളൂ. എന്നെ പണ്ട് തോപ്പിച്ച് വന്നത്. പ്രോ പ്ലെയർ മോഡ്. തുടങ്ങി മുത്തേ. അത് എനിക്ക് ഇൻട്രസ്റ്റ് ഇഷ്ടമല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? മുത്തേ തുടങ്ങ് പെട്ടെന്ന് എനിക്ക് കൊണ്ടെത്താ. വാങ്ങിച്ചോണ്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു യൂട്യൂബ്. ഐസ്ക്രീമിന് ഏതാ കളി ഇപ്പം തന്നെ ആയിരുന്നു. കോർണർക്ക് കോട്ടയാണ്. അത്രേ ഉള്ളൂ. നേരെ പാസ് കൊടുത്ത് അത്രേ ഉള്ളൂ. കയറി ഗോൺസാലോ റാമോസ്. ആ മുത്തേ ഓസൈഡാ എന്നാടാ. കേറടാ കുഞ്ഞ് എനിക്ക് വേണ്ടി 1000 നക്ഷത്രങ്ങൾ കാത്തിരിപ്പൂ. റൊണാൾഡോ നസാരിയോ. കളി മുത്തേ കളി തന്നെ. നമുക്ക് ബോളടിക്ക സിമ്പിള്. ഈ കളി നമ്മൾ കളിയാക്കാം. തുടങ്ങാം. നമ്മുടെ ലംബാടണ്ണൻ അടി ബൊമ്മ. കേറടാ ഓടാ. എന്ത് പരിപാടിയാണ്. അടി ഇവൻ കുഴഞ്ഞു വീഴും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവനിനി ഒരാഴ്ച ഇങ്ങനെ കുഴഞ്ഞു വീണോണ്ടിരിക്കും.
കേറ്. ആ അടബൊമ്മലേ വാതിൽ പണിയുന്നു നോക്ക്. പായലാണ് അടിമുടി പടപ്പിലാണ് അടിമുത്ത അടി ചിഞ്ചക്കടി അടി അത്രേ ഉള്ളൂ നമ്മൾക്ക് അത്രേ ഉള്ളൂ. ഇവനല്ലേ ഇവൻ്റെ അപ്പുറം കോട്ടുകാരാണ് അവിടെ ഇരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ആരെയാണോ കോട്ടുകാണോ നോക്കട്ടെ. കോട്ടുകാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഇരിക്കുന്നത്. എന്നാലും ഗൈസ് ഹാഫ് ടൈം അത്ര ശരിയല്ല സുഹൃത്തുക്കളെ. എത്ര ഉള്ളൂ നമ്മൾ ആ 5:45 മിനിറ്റ് അണ്ണാക്കിലാണ് കയറ്റിയത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അടാ ജിഞ്ചക്കടി കൊടുമുത്ത കേരടാ കേരളം. പോർച്ചുഗൽ തന്നെയാണ് അത്. പോർച്ചുഗൽ അത്രേ ഉള്ളൂ. നമ്മുടെ ചെക്കൻ സീനാണ്. നമ്മുടെ ചെക്കൻ പൊളിയാണ്. നമ്മുടെ ചെക്കൻ സീൻ പൊളിയാണ്. സീൻ സോട്ട് പൊള്ളി. നമുക്ക് എടാ റൊണാൾഡോനെ ഇറക്കാ. ഈ ചെക്കന്മാർ നന്നായിട്ട് കളക്കുന്ന പ്ലേയേഴ്സിനെയൊക്കെ പിടിച്ച് റിസർവേഴ്സിൽ കൊണ്ട് ഇരുത്തി പാവപ്പെട്ടവന്മാർ. ലംബാർഡ് പിന്നെ പണ്ടേ സീനല്ല. നമ്മുടെ ചെക്കൻ പണ്ടേ സെറ്റപ്പ് പണ്ടേ അടിപൊളി. മതി ഇൻട്രോ എനിക്ക് ഇഷ്ടമല്ല. ഗെറ്റ് ഔട്ട്. ഓ ബിസ്മില്ല പറഞ്ഞില്ല. മറന്നുപോയി ഗൈസ്. കേറുമുത്തേ കൊഴഞ്ഞു വീഴും. അത്രേ ഉള്ളു. കൊഴഞ്ഞു വീഴും. ഒരാഴ്ച കൊഴഞ്ഞു വീണോണ്ടിരിക്കും. ഗൈസ് എൻ്റെ തൊട്ടിപ്പുറത്ത് ഒരാൾ വന്ന് എന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അത് നമ്മുടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുക. ഐറാസ് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. ഒരു പൂ പിടിച്ചിരിക്കുന്ന പെൺകുട്ടി. പൊളി 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 പൊളി. ഇവൻ തീരെ മോശമായിരുന്നു കഴിഞ്ഞ ഇതിലൊക്കെ. പിന്നെ ഇവനെ കൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യിപ്പിക്കുന്ന ഇവൻ ഭയങ്കര മോശമാണ് കേട്ടോ. ബെർണസനി ഇപ്പൊ വന്നോന്ന് മയൂലു. ഓ മോനെ ലാംബാർഡ് നമ്മുടെ ചെക്കൻ കയറി മുട്ടേ. ഏത് കോച്ച് ആണെങ്കിലും എമിലിയാനോ മാർട്ടീനസ് ആണെങ്കിലും നമ്മുടെ ചെക്കൻ കേറും എന്ന് പറഞ്ഞാൽ കേറും. മെസ്സിയുടെ സെലിബ്രേഷൻ പൊളി. സെക്കൻഡ് സീൻ ഇപ്പൊ 10 കറക്റ്റ് 10ാം ഗോൾ മെസ്സിയുടെ സെലിബ്രേഷൻ. ഇവൻ കുറച്ച് നോളജ് ഉള്ളവനാണ് നമ്മുടെ ചെക്കൻ. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇവിടെ ഗോൾ അടിച്ചത് ആരാന്നറിയോ? റാഫിയൽ നെയ്ല്. പാവത്തിനെ പിടിച്ച് പാസ് മുത്തേ. ലംബാർഡ് കാൻസലോ റാമോസ്. എടാ ഫുൾ ടൈം 11-0 കളി ജയിച്ച്. അത്രേ ഉള്ളൂ. റിവെഞ്ച് സ്വീറ്റ് ആയിട്ട് വീട്ടണം.
ചാൾസ് പൂളിൻ്റെ ഒക്കെ വെപ്പുമുടിയാന്നേ പറയത്തുള്ളൂ. ഇപ്പൊ കണ്ട മതി. നമുക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ട് നോക്കാം. അപ്പൊ ഗൈസ് നമുക്ക് 2 സ്റ്റാർ. ഓ 3 സ്റ്റാർ. നമ്മൾ ഈ പോയിന്റ് കിടന്നിരിക്കുകയാണ്. നമ്മളിനി ഇതും കൂടി തുറക്കണം. ഇത് പ്ലെയറോ അല്ല ആയിരിക്കണം. റബ്ബേ ജെംസ് ഒലിവിയറ എന്ത് പേരാടാ? ഐ നീഡ് ഡയമണ്ട്. പിന്നെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. തുറക്കാം. ഒരു സ്റ്റാർ പാസ് ക്രെഡിറ്റ് ഞാൻ എപ്പോഴും കിട്ടും. നമ്മളൊക്കെ പണ്ട് സ്റ്റാർ പാസിലെ സീന്. എന്താണ് ഇതിൽ? ജെംസ്. ഐ നീഡ് ജെംസ്. യെസ്, ഐ നീഡ് ജെംസ്. എനിക്ക് ജെംസിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ. ഞാൻ പോയി 2-3 പ്ലേയേഴ്സിനെ കൊടുത്തേച്ചിട്ടുണ്ടാവും. ഇനിയാണ് മോനെ എന്നെ കൊണ്ട് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റാത്ത പ്ലേയേഴ്സിനെയാണ് എടുക്കുന്നത്. ഇല്ല, ഇനി നമുക്ക് വെറും 50 കോയിൻസേ കാണത്തുള്ളൂ. പാൽമർ. അയ്യേ, എന്റെ 1500 കോയിൻ പോയ. അയ്യോ, 50-ന് എത്ര ചാർജ്? 10%. അസ്സലാമലൈക്കും. ഡ്രാഫ്റ്റ് എടുക്കാൻ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, ഇപ്പൊ ഒന്നുമില്ലല്ലോ. ഇപ്പൊ എൻ്റെ ആക്ടിവിറ്റീസിൽ വല്ലതും വെക്കുവാണെങ്കിൽ എനിക്ക് വേണ്ടത് ക്ലെയിം. ഇതും കൂടി കിട്ടിയാണോ? ജെംസ്. ഐ നീഡ് ജെംസ്. യെസ്. ഇനി ഫുൾ ജെംസിന് വേണ്ടിയുള്ള അടബൊമ്മാല രണ്ടും തിരിഞ്ഞു. കിക്ക് ഓഫ് ഡ്രാഫ്റ്റ് പോയി ഞാൻ എടുത്തിട്ട് വരാം. ഇവിടെ അണ്ണാച്ചികളവിടെ. ഇത് രണ്ടും ഉള്ളു. That is not fair. നല്ല ഒരുത്തനെ മുട്ട തേങ്ങ. ഒരു ഡ്രാഫ്റ്റ് ഉണ്ട്, പേടിക്കണ്ട. ഗരുഡൻ. ബാർക്കോള ഒരെണ്ണം ഉണ്ട്. എനിക്കല്ലെങ്കിൽ ഉള്ളവര് തന്നെ വീണ്ടും ഇങ്ങനെ കാലിലടിക്കുന്നു. മുസിയാല ഡേവിഡ് ആണെങ്കിലും ജമാൽ മുസിയാല. സോറി. വീണ്ടും ഡ്രാഫ്റ്റ്. സൈമൺ നല്ല ചെറുക്കനാന്ന് കണ്ടിട്ട്. അടുത്ത ആരാടാ? പിരിസ്ഡ മോട്ട. പിരിച്ചിട്ട് കുറവാണ്. ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടാണ്. പിരിയൊക്കെ ഇളകിയിരിക്കുകയാണ്. ആരാ? സാവി. ഒരെണ്ണം കൂടി ഇട്ടടാ. ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതിനൊക്കെ ഞാൻ കാണുന്നു. എല്ലാം വന്ന് കിടപ്പുണ്ടാവും. പറയാനൊന്നും പറ്റത്തില്ല. തുടങ്ങിയിട്ട് 1.5 മാസമായി. പക്ഷെ ഇതിപ്പോ പുതിയ പണ്ട് ഇതാവുന്നെങ്കിൽ നമ്മൾ ഫുൾ ഗിഫ്റ്റ്. ഓ സ്പെയിൻ. CBA പുയുളായിരിക്കും തോന്നി. എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ല മുട്ട പുയുളാണെന്ന്. ഇനിയുണ്ടോ ഡ്രാഫ്റ്റ്? എന്തോരം ഗിഫ്റ്റാണ് ഇത്. ഒരു കോണമില്ലാത്ത ഗിഫ്റ്റാണല്ലോ ഇത്.
ഇവനോട് കളി എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. വല്ല ക്രൂസിനെ വല്ലതും കിട്ടണം. റൊണാൾഡോ, വീണ്ടും ഒരു റൊണാൾഡോ. എൻ്റെ റിസർവേഴ്സിനെ കണ്ടു ഇപ്പോൾ വരുന്ന ടീം വരെ പേടിച്ചോടും. എനിക്ക് 100% ഇവരുടെ കയ്യിലുണ്ട് അലോവേറ. റാഫ മേരി കൊള്ളാം. എൻ്റെ കൈ കളക്കുന്നു. ഗിഫ്റ്റ് ഓപ്പൺ ആക്കി. എത്ര ശതമാനമുണ്ട്? 9%. റാഫ മേരി പിന്നെ നിർത്തിഞ്ഞ് മതി. എനിക്കെല്ലാം ഒറ്റടിക്ക് ചേർക്കാം. ബെലിംഗം ഒരെണ്ണമുണ്ട് വീണ്ടും. പറയാനോ വിനീഷ്യസ് ജൂനിയറിന് വല്ല സിസ്റ്റം ഒളിപ്പിന്. തീർന്നു. ഭാഗ്യത്തിന് തീർന്നു. നമുക്ക് അപ്പോൾ ഗൈസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി, ഒരുപാടായി. അപ്പോൾ ഗൈസ് ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. പീസ് ഔട്ട്.